മലയാളിയുടെ കയ്യൊപ്പ് പതിഞ്ഞ അവീർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ്. ചരിത്രമുറങ്ങുന്ന ദുബായ് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തെ ഹമരിയ എന്ന മനോഹരമായ തീരപ്രദേശത്ത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏറ്റവുമധികം സാമ്പത്തിക ക്രയവിക്രയം നടന്ന ഒരു പരമ്പരാഗത പഴം പച്ചക്കറി മാർക്കറ്റ് ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് 7 എമിറേറ്റുകൾ ഒന്നിച്ച് UAE എന്ന രാഷ്ട്രമായി രൂപാന്തരം കൊണ്ടപ്പോഴും ഹമരിയ മാർക്കറ്റ് രാജ്യത്തെ ഏറ്റവും വലിയ മാർക്കറ്റായി നിലകൊണ്ടു. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നിന്നുമുള്ള ചെറുതും വലുതുമായ നിത്യോപയോഗത്തിനുള്ള പഴങ്ങളും പച്ചക്കറികളും ഇറക്കുമതി ചെയ്യുന്ന കേന്ദ്രമായിരുന്നു ഈ പരമ്പരാഗത മാർക്കറ്റ്. ഇവിടെ പകലന്തിയോളം പണിയെടുത്തിരുന്ന തൊഴിലാളികളിൽ ഏറെയും മലയാളികൾ. തൊഴിൽ തേടി ലോഞ്ചിലും മറ്റും വന്നവർ ഈ മേഖലയിലെ പണിക്കാരായി തുടങ്ങി പിൽക്കാലത്ത് നൂറുകണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്ന വലിയ പ്രസ്ഥാനങ്ങളുടെ ഉടമകളായി മാറിയതും ചരിത്രം. രാജ്യത്തിനകത്തു നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചപ്പോൾ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ ഈ വ്യവസായ മേഖലയുടെ പ്രാധാന്യം പൂർണ്ണമായി ഉൾക്കൊണ്ട് അവീർ എന്ന പ്രദേശത്ത് കിലോമീറ്ററുകൾ ചുറ്റളവിലുള്ള ലോകോത്തര നിലവാരമുള്ള ഒരു മാർക്കറ്റ് തുറന്നു. അതാണ് ഇന്ന് കാണുന്ന അൽ അവീർ സെൻട്രൽ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പഴം പച്ചക്കറി മാർക്കറ്റുകളിൽ ഒന്നാണ് അവീർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ്. രാജ്യത്തെ ഏറ്റവും അധികം കണ്ടെയ്നർ മൂവ്മെൻറ്റ് നടക്കുന്ന വ്യവസായ മേഖല കൂടിയാണ് ഇത്. ദിനംപ്രതി ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും വ്യത്യസ്തങ്ങളായ പഴം പച്ചക്കറി വർഗ്ഗങ്ങളാണ് ആയിരക്കണക്കിന് വരുന്ന കണ്ടെയ്നറുകളിൽ ഈ മാർക്കറ്റിലെ ചെറുതും വലുതുമായ 1000-ഓളം കമ്പനികൾ ഇറക്കുമതി ചെയ്യുന്നത്. വിമാനമാർഗം ഇറക്കുമതി ചെയ്യപ്പെടുന്ന ഹൈലി പെരിഷബിളായ ഇനങ്ങളുടെ കണക്കുകൾ വേറെ. ഉള്ളി, കിഴങ്ങുവർഗ്ഗങ്ങൾ, മെലൺസ് അഥവാ മത്തൻ ഇനങ്ങൾ വിൽക്കാൻ വ്യത്യസ്ത യാർഡുകളും മധ്യപൗരസ്ത്യ ദേശത്തെ രാഷ്ട്രങ്ങളിൽ നിന്ന് റോഡ് മാർഗം ട്രെയിലറുകളിൽ എത്തുന്നവ അന്നന്ന് വിൽക്കുന്ന ഓപ്ഷൻ സെൻ്ററുകൾ, മാസങ്ങളോളം കേടുകൂടാതെ വിഭവങ്ങൾ അതേപടി സൂക്ഷിക്കാനുള്ള ശീതീകരണ സൗകര്യമുള്ള ചെറുതും വലുതുമായ കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസ്സിംഗ് സെൻ്ററുകൾ, പാക്കിംഗ് ആൻഡ് റീപാക്കിംഗ് യൂണിറ്റുകൾ, ലോജിസ്റ്റിക് സംവിധാനങ്ങൾ എന്നിവ ഈ മാർക്കറ്റിൻ്റെ അനവധി പ്രത്യേകതകളിൽ ചിലതാണ്. 10,000-ലേറെ തൊഴിലാളികൾ പണിയെടുക്കുന്ന ഈ മാർക്കറ്റിനുള്ളിൽ തന്നെ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ വ്യവസായത്തിലും തൊഴിലിലും ഏർപ്പെട്ടിരിക്കുന്ന അവീർ മാർക്കറ്റിലെ മലയാളി സാന്നിധ്യം എല്ലാ കാലത്തെയും പോലെ ഇപ്പോഴും ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. 40-ലേറെ കൊല്ലത്തോളമായി ഈ മാർക്കറ്റിൽ പണിയെടുക്കുന്ന കേരളീയരുണ്ട്. പക്ഷേ ആയിരക്കണക്കിന് വരുന്ന അവീർ മാർക്കറ്റിലെ മലയാളികൾക്ക് ഇക്കണ്ട കാലമൊന്നും ഒരു സംഘടനയോ കൂട്ടായ്മയോ ഉണ്ടായിരുന്നില്ല. ഒരു കൂട്ടായ്മയുടെ സംരക്ഷണവും തണലും അനിവാര്യമാണെന്ന ഏതാനും മലയാളി സുഹൃത്തുക്കളുടെ ചിന്താധാരയിൽ നിന്നും AMMK അഥവാ അവീർ മാർക്കറ്റ് മലയാളി കൂട്ടായ്മ എന്ന ആശയത്തിന് വിത്തുപാകുകയും അങ്ങനെ ജൂൺ 7 സായാഹ്നത്തിൽ ആലോചനാ യോഗത്തിൽ വൻ ജനപങ്കാളിത്തം ഉണ്ടായതോടെ പ്രബുദ്ധരായ മലയാളികളുടെ ഈ കൂട്ടായ്മ ഭാവിയുടെ ഭാസുരതയെ ലക്ഷ്യമാക്കി ഏവരുടെയും സ്നേഹവും പിന്തുണയും ഉറപ്പാക്കിക്കൊണ്ട് പ്രയാണം തുടങ്ങുകയാണ്.